ആണ്, റിലേഷനിലേക്ക് നയിക്കപ്പെടുന്നില്ല. യേശുവിനെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് എങ്ങനെയാണ്? ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള കാസറ്റ് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഓൾവേസ് ദേ പ്രീച്ച് ജീസസ് ആസ് ദ ലോർഡ്. അവനെ കർത്താവെന്ന് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ, യജമാനൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ തലയ്ക്ക് ചേരുന്ന ഒരു തൊപ്പിയേ ഉള്ളൂ, എന്ത്? ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ പത്രോസ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. 50 ദിവസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന്, അഥവാ അവൻ്റെ കർത്താവ് നിങ്ങളാണെന്നാണ് നിങ്ങൾ ചിന്തിച്ചത്. അവൻ്റെ വിധി നിങ്ങൾ നിർണ്ണയിച്ചെന്നാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇപ്പോൾ നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് ആ യേശുവാണ്. അതാണ് നിങ്ങൾ ക്രൂശിച്ച ആ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിയട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. 50 ദിവസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ യേശുവിൻ്റെ കർത്താവാണെന്ന്. പക്ഷേ ദൈവം ആ യേശുവിനെ ഇപ്പോൾ നിങ്ങളുടെ വിധി കർത്താവാക്കിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് അവൻ തീരുമാനിക്കും. അതാണ് സുവിശേഷ പ്രസംഗം. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ വിധികർത്താവാണ് യേശു എന്ന് അവരോട് പറയുമ്പോൾ മാത്രമേ സുവിശേഷം പൂർണ്ണമാകുന്നുള്ളൂ. അവൻ സ്വർഗത്തിലോട്ട് പോകണോ നരകത്തിലോട്ട് പോകണോ, അവൻ നിത്യ ദണ്ഡനത്തിലേക്ക് പോകണോ അതോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എൻ്റെ യേശുവാണ്. അത് പറയാതെ എന്തൊന്ന് സുവിശേഷം? നീ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. ആർക്കാ സംശയം? ഈസ് ദേ. പക്ഷെ എന്തിനു വന്നു എന്നുള്ള വിഷയം, എന്തിനു വന്നു? വിധികർത്താവായി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. 16-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ ജയിലറോട് യേശുവിനെ പൗലോസ് പരിചയപ്പെടുത്തും. എന്താ പറയുന്നത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഡോക്ടറായ യേശുവിലൊന്നും അല്ല, കർത്താവായ യേശുവിൽ, ലോർഡ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം നമുക്കെല്ലാം അറിയാമല്ലോ. നമ്മൾ രക്ഷിക്കപ്പെടുവാനുള്ള കാരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നിട്ട് പറയാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും. അപ്പോൾ രക്ഷയ്ക്കായി പറയുന്നത് കർത്താവെന്നുള്ളതാണ്. കർത്താവായിട്ട് യേശുവിനെ സ്വീകരിക്കുന്നതാണ് രക്ഷയുടെ നിദാനം. ഈസ് ലോർഡ്. അവനെ അങ്ങനെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗൽ പറയുന്ന കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളെ അല്ല പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്നും ഞങ്ങളെ പറ്റിയോ അവൻ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരെന്നും അത്രയും. ഇന്നെല്ലാവരും അവരവരെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ശരിക്കും എന്താണ്? യേശുവിനെ എങ്ങനെ പ്രസംഗിക്കണം? കർത്താവ്. ഇനി മറ്റൊരു ആത്മാവെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ പെട്ടെന്ന് പറയട്ടെ. 4-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. ഇവിടെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നതായ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റോളജിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, തിയോളജിയൊക്കെ ഉണ്ട്. അതായത് യേശു ശരീരത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തതായ ഒരു ഗ്രൂപ്പുകൾ. അവർ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീക്ക് ചിന്തയിൽ മാറ്റർ ഈസ് ബേസിക്കലി ഈവിൾ എന്നുള്ള ഒരു ധാരണ അവർക്കുള്ളത് കൊണ്ട് അവർ പറഞ്ഞു ശരീരത്തിലേക്ക് വിശുദ്ധനായ ദൈവത്തിന് കടന്നു വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് യേശു നമ്മുടെ മുമ്പിൽ ഒരു രൂപത്തിൽ ഇങ്ങനെ കണ്ടെന്നുള്ളതേ ഉള്ളൂ. ഹി വാസ് എ ഫാൻറ്റം. എന്താണ്? ഒരു നടക്കും ഭൂതം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സ്റ്റേജാണ്. അല്ലാതെ ശരിക്കും ശരീരത്തിൽ യേശു വന്നില്ല എന്ന് പറയുന്നതായ ആളുകൾ, സെനിന്തസും മറ്റുമുള്ള പോലെയുള്ള ആളുകൾ പറഞ്ഞത് യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പിന്നെ സ്നാനത്തിൻ്റെ സമയത്ത് യേശുവിൻ്റെ മേൽ ക്രിസ്തു വന്നു, എന്നിട്ട് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ ക്രിസ്തു തിരിച്ചുപോയി. ഇങ്ങനത്തെ ഒത്തിരി ഉപദേശങ്ങൾ ആ കാലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് യോഹന്നാൻ പറയുകയാണ് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ആത്മാവിനെ അറിയുന്നത്. അവ പറഞ്ഞു, യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ആത്മാവൊന്നും ദൈവത്തിൽ നിന്നുള്ളത് അല്ല. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നിപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ സഭയിലൊന്നും വന്നാലും യേശു ജഡത്തിൽ വന്നില്ല, അവന് ശരീരമില്ലായിരുന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ അതിന് സമാനമായ ഒരു കാര്യം നമ്മളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാണെന്നറിയാമോ? യേശുവിൻ്റേത് ഒരു സ്പെഷ്യൽ ശരീരമായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെയൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല.
യേശു ജഡത്തിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റുമോ? എന്നാൽ യേശു ജഡത്തിൽ വന്നു, നമ്മളെ ഒരു ശരീരത്തിൽ ജീവിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കും ഈ ശരീരത്തിൽ അവൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കാൻ കഴിയും എന്നതിൻ്റെ ഉറപ്പാണ്. അതിനെ നിഷേധിക്കുന്ന ആത്മാവ് വ്യാജത്തിൻ്റെ ആത്മാവാണ്. അതായത് പ്രായോഗികമായി ക്രിസ്തീയ ജീവിതം സംഭവ്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ആത്മാവ് എങ്ങനെയുള്ള ആത്മാവാണ്? വ്യാജ ആത്മാവാണ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ഇന്ന് ഒരുമാതിരിപ്പെട്ട ആരും വിശ്വസിക്കുന്നില്ല വേദപുസ്തകം പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചർച്ചിൽ പോയി, IPC സഭയിൽ പോയി പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് എങ്ങനെ ജീവിച്ചോ അതുപോലെ നമ്മളും ജീവിക്കണമെന്നാണ്. കർത്താവ് ബിസിനസ് ചെയ്യുമായിരുന്നെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യണം അതുപോലെ നമ്മളും ബിസിനസ് ചെയ്യണം. കർത്താവ് ഒരു ജോലി സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെയും അവൻ അവിടെ ഇടപെടുന്നത് അതുപോലെ നമ്മൾ ഇടപെടണം. കർത്താവ് പാവങ്ങളെ കാണുമ്പോൾ എങ്ങനെ ഇടപെട്ടോ അതുപോലെ നമ്മൾ ഇടപെടണം. കർത്താവ് ഒരു പാപിയെ കണ്ടാൽ എങ്ങനെ ഇടപെടുമോ അതുപോലെ നമ്മളും. കർത്താവ് എങ്ങനെ ജീവിച്ചോ അതുപോലെ, കർത്താവ് ഏത് രീതിയിൽ ജീവിച്ചോ അതുപോലെ നമ്മളും ജീവിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം എന്നുള്ളതാണ്. ഇത് പ്രസംഗിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സഭക്കാരെല്ലാം വീണ്ടും ഇച്ചിരി ബിസിനസ്സുകാരൊക്കെ ഉള്ളൊരു സഭയാണ്. അതുകൊണ്ട് കർത്താവ് ബിസിനസ് ചെയ്യുവാനെങ്കിൽ എങ്ങനെ ചെയ്യുവാനെന്ന് അതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ബിസിനസ് പൂട്ടിക്കെട്ടുമല്ലോ. ഇവരിങ്ങനെ വളരെ വിഷമിച്ചിരുന്നപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ജോജോ ബ്രദർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, അത് വളരെ സത്യമാണ്. വേദപുസ്തക പ്രകാരം നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടതാണ്. പിന്നെ എല്ലാമൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മളാവോളം നമ്മളതിന് പരിശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വാസികളുടെ ശ്വാസം നേരെ വീണത്. അത് പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും തോന്നിയില്ല. പക്ഷേ വാസ്തവത്തിൽ എന്താണ് അവിടുത്തെ ഉപദേശം എന്നറിയാമോ? മറ്റൊരു യേശുവാണ്, മറ്റൊരാത്മാവാണ്. ക്രിസ്തു ജഡത്തിൽ വന്നെന്ന് വിശ്വസിക്കാത്തവരാരും ഇന്ന് നമ്മുടെ സഭയിൽ ഇല്ല. പക്ഷേ ക്രിസ്തു ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പാപം ഉണ്ടായിരുന്നത് ഇതൊന്നുമല്ല ഇവിടുത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. പക്ഷേ യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ ജീവിച്ചു? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അത് പഠിപ്പിക്കാത്തത് മറ്റൊരാത്മാവാണ്. കാരണം എന്നറിയാമോ? അവർക്ക് വേറെ രീതിയിൽ നടക്കണം, അവർക്ക് വേറെ രീതിയിൽ നടക്കണമെന്ന്. അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കാത്ത ഉപദേശിക്കാത്ത സഭ വേറൊരു ആത്മാവിൽ ജീവിക്കുന്ന സഭയാണ്. ഇറ്റ് ഈസ് അനദർ സ്പിരിറ്റ്, നോ ഡൗട്ട്. അത് മറ്റൊരു ആത്മാവാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്, നോ വൺ സ്പീക്സ് അബൌട്ട് ഹോളിനെസ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു ജാർഗൻ എന്നുള്ള നിലയിൽ ചിലപ്പം പറയുമായിരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊള്ളുവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാർഗൻസ് ഉപയോഗിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. യേശു ജീവിച്ചതുപോലെ നമ്മുടെ സഭയിലെ ബിസിനസ്സുകാരനും ജോലിക്കാരനും വീട്ടമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ജീവിക്കണമെന്ന് പറയാത്ത സഭ ഈസ് ഫോളോയിങ് അനദർ സ്പിരിറ്റ്. അതെന്തുകൊണ്ടാണ് അവിടെ പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും അങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ പറയുന്ന കാര്യം എന്താണ്? 4-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതുകൊണ്ടാ എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ഉദരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് യേശു ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ വീണ്ടും ജനിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഐ ആം ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിനാൽ ജനിച്ചു. ആ ആത്മാവിനാലുള്ള ജനനം, ആ പുതിയ ജീവൻ എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് യേശുവിനോട് ഒരുമിച്ച് യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ എനിക്ക് കഴിയുന്നത്. അല്ലാതെ എൻ്റെ വിൽ പവർ ഉപയോഗിച്ചൊന്നുമല്ല. എൻ്റെ സ്വാഭാവിക ജനനം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന മാക്സിമം ലൈഫ് ആദാമിൻ്റെ ലൈഫേ ഉള്ളൂ. സ്വാഭാവികമായി എനിക്ക് ലഭിച്ച എൻ്റെ ശക്തി ഉണ്ടല്ലോ, എൻ്റെ വിൽ പവറൊക്കെ ഉപയോഗിച്ച് എത്ര നോക്കിയാലും ആദാമിനേക്കാളും വലിയ ശക്തി, എൻ്റെ അപ്പനേക്കാളും കൂടുതൽ ശക്തി എനിക്ക് ഉണ്ടാകത്തില്ലല്ലോ. അതിപ്പോൾ ഒരു പഴം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ പറിച്ചു കൊടുത്തപ്പം എന്നാൽ ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞ് അത്രയൊക്കെ ഉള്ള ശക്തിയേ ഉള്ളൂ എനിക്ക് എൻ്റെ നോർമൽ വേയിൽ. പക്ഷേ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ജനിക്കുകയാണ്. വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അവിടെയാണ് നമ്മിൽ വസിക്കുന്ന ക്രിസ്തു നമ്മിൽ ജീവിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇതാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുക. അങ്ങനെയേ യേശു ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. യേശു ജീവിച്ചതുപോലെ എന്ന പേരിൽ തന്നെ ഒരു 6 hours മെസ്സേജ് അവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ ബൈ ഇറ്റ്. അതുകൊണ്ട് ഇവിടെ മറ്റൊരാത്മാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ഇനി 3-ാമത്തേതാണ് അപരിചിതമായ സുവിശേഷം. വേറൊരു സുവിശേഷം. അപ്പോൾ വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം.
വേറൊരു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്താണ്? വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ക്രിസ്തു അല്ലാതെ പാർഷ്യലായിട്ട് മുറിച്ചു കൊടുക്കുന്ന യേശു. അതാണ് ഇന്ന് സഭയിൽ കിട്ടുന്നത്, മുറിച്ചു കൊടുക്കുന്ന യേശു. വേറൊരു ആത്മാവെന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം പ്രായോഗികമല്ല എന്ന് പഠിപ്പിക്കുന്നതായ നമ്മുടെ സഭകൾ. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൾട്ട് ഗ്രൂപ്പുകളെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അതൊന്നും അല്ല. ഇവിടെ നമ്മൾ പ്രായോഗികമായി കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സെമിനാർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ പാളിച്ചകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. അല്ലാതെ കുറച്ച് പുതിയ പോയിൻ്റ് ഒന്നും കണ്ടുകൊണ്ടൊന്നും ആരും പോകരുത്. നമ്മുടെ പാളിച്ചകൾ, അതായത് വല്ലവരെയും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതിന് പകരം ഇനിയിപ്പോൾ എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കി എൻ്റെ ജീവിതത്തിലെയും എൻ്റെ സഭയിലെയും പ്രശ്നം എന്താണെന്ന് പഠിക്കാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കുക. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് അപരിചിതമായ ഒരു സുവിശേഷം എന്ന് പറയുമ്പോൾ ഗലാഷ്യൻസിലെ ഒരു ഭാഗമാണ്. ഗലാത്യ ലേഖനത്തിലെ ഇതേപോലെ തന്നെ ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്ന ചില വാക്കുകൾ, വളരെ പ്രസക്തമായ വാക്കുകൾ പോൾ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ വാക്ക് വേറൊരു സുവിശേഷം. ഇറ്റ് ഈസ് എ സ്ട്രേഞ്ച് ഗോസ്പൽ, അപരിചിത സുവിശേഷം. ഈ മെസ്സേജിന് ഞാൻ വാസ്തവത്തിൽ പേരിട്ട് തന്നെയാണ് അപരിചിത, അതായത് വേദപുസ്തകത്തിന് പരിചയമില്ലാത്ത സുവിശേഷം, എ സ്ട്രേഞ്ച് ഗോസ്പൽ. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 7 വായിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു സുവിശേഷം എന്നല്ല എന്ന് പറയുമ്പോൾ പോൾ പറയുന്നത് അങ്ങനെ വേറെ സുവിശേഷമൊന്നുമില്ല. നിങ്ങൾ വേറൊരു സുവിശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇത് മറ്റൊരു സുവിശേഷം എന്നല്ല, വേറെ സുവിശേഷമില്ല, അത് സുവിശേഷമേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, പോൾ പറയുന്നത്. അത് വേറൊരു സുവിശേഷം എന്നല്ല, പ്രത്യുത നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു. പെർവേർട്ടഡ് ഗോസ്പൽ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെർവേർട്ടഡ്, അതായത് തലതിരിഞ്ഞ സുവിശേഷം. അതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള വാക്യം. ഒന്ന് അപരിചിതമായ സുവിശേഷം, തലതിരിഞ്ഞ സുവിശേഷം. ആ പെർവേർട്ടഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുറച്ചുകൂടെ കൃത്യമായിട്ട് ഗ്രഹിച്ചാൽ ശരിയായ ദിശയുടെ വിപരീത ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായ സുവിശേഷം. വിളിക്കാൻ പറ്റത്തില്ലെന്ന് പോളോട് പറയുന്നു. അത് വേറെ സുവിശേഷം എന്നല്ല, പക്ഷേ പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അനദർ ഗോസ്പൽ, യു കനോട്ട് ഫോളോ ദാറ്റ്. അത് നമുക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ടാണ് പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഐ ഡോണ്ട് സേ ദാറ്റ് ഇറ്റ് ഇസ് എ ഗോസ്പൽ, ബട്ട് ഇറ്റ് ഇസ് എ പെർവേർട്ടഡ് ഗോസ്പൽ. അത് തലതിരിഞ്ഞ സുവിശേഷമാണ്. നിങ്ങളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്ന പകരം അവസാനം എങ്ങോട്ട് കൊണ്ടുപോകും? നരകത്തിലൂടെ അത് കൊണ്ടുപോകത്തുള്ളൂ. നിങ്ങളെ കലക്കാൻ, അവിടെ കലക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ലളിതമനസ്കരായതുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാനുള്ള, അതുകൊണ്ടാണല്ലോ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ആ കൺഫ്യൂഷനിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെ 3-ാം അധ്യായം തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ 3-ാം അധ്യായത്തിൽ ബുദ്ധിയിലെ ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? പോള് പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ പ്രത്യേകത, പോൾ എങ്ങനെയുള്ള യേശുവിനെയാണ് മുന്നിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ. അതാണ് ട്രൂ ഗോസ്പൽ എന്ന് പറയുന്നത്. ട്രൂ ഗോസ്പൽ എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട യേശു, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ അറിയാത്തവനായി നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ ആഗ്രഹിച്ചു, അല്ലേ? ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ഇവിടുത്തെ ഇറ്റ്സ് എ പെർവേർട്ടഡ് ഗോസ്പൽ. കാര്യം ക്രൂശ് അല്ല അവരുടെ എംഫസിസ്. അതാണ് ഇന്നത്തെ പ്രശ്നം. ക്രൂശിൻ്റെ എംഫസിസ് വിട്ടുകളയുന്ന ഗോസ്പൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് എ പെർവേർട്ടഡ് ഗോസ്പൽ. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നു പറയുന്നത് ഒരു പെർവേർട്ടഡ് ഗോസ്പലാണ്. പെർവേർട്ടഡ് ഗോസ്പൽ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ വേദോസം വായിക്കാത്തതിൻ്റെയും പഠിക്കാത്തതിൻ്റെയൊക്കെ ഒത്തിരി പ്രശ്നം ഈ പുതിയ പ്രസംഗർക്കുണ്ട്. ഇനി കൊലോസ്യ ലേഖനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇവിടെ പറയുകയാണ് ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നു. എന്തൊരു കഷ്ടമാണ് ഇവിടെ. ഇവിടെ വായിച്ചിട്ടാണ് എന്ത് പഠിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ പറയുന്നത്? ഇതിന് വലിയ ബുദ്ധിയൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ ഗ്രീക്കും ഹീബ്രു ഒന്നും ഉപയോഗിച്ചില്ലല്ലോ. ഇത് വേദോസത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ ക്രൂശിൽ യേശു അത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജയോത്സവം കൊണ്ടാടിയെന്നല്ല എഴുതിയിരിക്കുന്നത്. എന്ത്? ക്രൂശിൽ അവരുടെ മേൽ ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് പെർവേർട്ടഡ് ഗോസ്പൽ. അത് നിങ്ങൾ സഹിച്ചു കൊള്ളുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടത് സഹിക്കുന്നു? അടുത്തത്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്.